നിഷാദ് ഒരു കാര്യം മനസ്സിലാക്കും, നാളെ എന്നെ പരിഗണിച്ചാലും ഞാൻ എൻ്റെ പാർട്ടിയോടൊപ്പം നിൽക്കും. എനിക്കൊരു പരിഭവം, എന്നെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടും ഒരു കരിയിലും ഇവിടെ അനങ്ങിയില്ല. തെരഞ്ഞെടുപ്പിൽ തോൽവി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നയിച്ച ഒരാളാണ് ഞാൻ മാത്രമല്ല, ഉമ്മൻചാണ്ടി, ഞങ്ങൾ രണ്ടുപേരുമാണ് നയിച്ചത്. പിന്നെ KPC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അതിൽ ശിക്ഷിക്കപ്പെട്ടത് തന്നെ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു വിഷമം എനിക്കുണ്ട്. 2 തെരഞ്ഞെടുപ്പുകൾ തോറ്റു. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു മാറ്റം വേണമെന്ന് അവർ ആലോചിച്ച് കാണും. അതുകൊണ്ടാകും. അതിലൊന്നും എനിക്ക് പരാതിയൊന്നുമില്ല. എനിക്കത് എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറേ കൂടി ഭംഗിയായിട്ട് എനിക്കത് ചെയ്യാമായിരുന്നു എന്നുള്ളൊരു പരാതി മാത്രമേ ഉള്ളൂ. ഉമ്മൻചാണ്ടിയെ പോലെ നേതാവ് പോയി ചോദിച്ചിട്ട് പോലും ആരും പറഞ്ഞില്ല. അതിന് പ്രയാസം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. 2010 ഞാൻ KPC പ്രസിഡന്റ് ആയപ്പോൾ ഉണ്ടായ വിജയമാണ് കേരളത്തിലെ കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം. അടുത്ത മുഖ്യമന്ത്രി ഏതായാലും ഒരു കോൺഗ്രസ്സുകാരനായിരിക്കും, സംശയമില്ല. ആരായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. KC വേണുഗോപാലാണെങ്കിലും VD സതീശനാണെങ്കിലും അവരെല്ലാം രണ്ടുപേരും എൻ്റെ അനിയന്മാരാണ്. ഇതിപ്പോൾ കഴിഞ്ഞ കുറേ കാലമായി എനിക്ക് പ്രത്യേകിച്ച് ഞങ്ങൾ വലിയ പോസ്റ്റൊന്നുമില്ല. പക്ഷേ എവിടെ ചെന്നാലും ഞങ്ങളുടെ സ്നേഹം. കേരളത്തിൽ ഏത് ഗ്രാമത്തിൽ ചെന്നാലും എനിക്കൊരു 5 പേരെ പേരെടുത്ത് വിളിക്കാൻ പറ്റും. സരിന് നല്ല ചെറുപ്പക്കാരനാണ്, ഞാനങ്ങനെ തെറ്റൊന്നും കാണുന്നില്ല. പക്ഷേ സരിന് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. നമസ്കാരം, പോഡ്കാസ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയാണ്. സ്വാഗതം. രമേശ് ചെന്നിത്തലയെ കാണുമ്പോൾ എപ്പോഴും ചോദിക്കാൻ തോന്നുന്ന ആദ്യത്തെ ചോദ്യങ്ങളിലൊന്ന്, വലിയ രാഷ്ട്രീയ തിരിച്ചടികൾ ഉണ്ടായതിനു ശേഷവും പിന്നോട്ട് പോവാതെ അല്ലെങ്കിൽ ഒരു മടുപ്പ് തോന്നാതെ തളർന്നിരിക്കാതെ പിന്നെയും അതേ ആവേശത്തിൽ പോരാടി നിൽക്കുന്ന അതേ ഒരു ഫൈറ്റിംഗ് മൂഡുള്ള ഒരു നേതാവ്. സത്യത്തിൽ പല ആളുകൾ പലതരത്തിൽ ആക്ഷേപിക്കുകയും ദുർബലപ്പെടുത്താൻ ശ്രമിക്കുകയും അപഹസിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ട്രോളുകയൊക്കെ ചെയ്യുമ്പോഴും സെയിം സ്പിരിറ്റിൽ നിൽക്കാൻ രമേശ് ചെന്നിത്തലയെ പ്രചോദിപ്പിക്കുന്ന ഒരു ഘടകം എന്നാണ് ഒരു ലക്ഷ്യസ്ഥാനം. അവിടെ എത്തുമ്പോഴേ നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞ ഒരു പോയിന്റിനെ മുൻനിർത്തിയാണോ യാത്ര? ഒരിക്കലും അല്ല. കാരണം നമ്മളൊക്കെ പൊതുപ്രവർത്തകരാണ്. ഞാൻ എൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പൊതുരംഗത്തേക്ക് വന്നയാളാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റ് ആകുന്നത്. പിന്നെ കടന്നു വന്ന വഴികളിലെല്ലാം ജനങ്ങളുമായിട്ടും പ്രവർത്തകന്മാരുമായിട്ടും ഒക്കെ ഉള്ള അവേദ്യമായ ബന്ധമാണ്. കേരളത്തിൽ ഏത് ഗ്രാമത്തിൽ ചെന്നാലും എനിക്കൊരു 5 പേരെ പേരെടുത്ത് വിളിക്കാൻ പറ്റും. കാരണം എത്രയോ 10-45 വർഷത്തെ അഗാധമായ ഇടപെടലുകളും ബന്ധങ്ങളുമാണ്. അപ്പോൾ അതൊരിക്കൽ ഏതെങ്കിലും ഒരു തിരിച്ചടി കിട്ടിയെന്നോട് കരുതി എനിക്ക് ആ ബന്ധങ്ങളൊന്നും ഒരു ദിവസം ഇല്ലാതാക്കാൻ കഴിയില്ല. സ്ഥാനങ്ങൾ വരുമ്പോൾ ഒക്കെ ചെയ്യും. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നൊരു പാർട്ടി, ആ പാർട്ടിയുടെ ആശയങ്ങൾ അതാണ് നമ്മൾ ജനങ്ങളുമായിട്ടും പ്രവർത്തകരുമായിട്ടും കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് നിർത്തിക്കളയാൻ പറ്റുമോ? അത് ഏതെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ ഏതെങ്കിലും ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനും വേണ്ടിയോ ഒന്നുമല്ല. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നിരിക്കുന്നു. ഒരു 10 പേര് രാവിലെ വന്ന് നമ്മളോട് ഒരാവശ്യം പറയുമ്പോൾ എനിക്കൊന്നും അത് പറ്റില്ല എന്ന് പറയാനുള്ള എനിക്ക് കഴിയില്ല. അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു കൊടുക്കുക, അവരോടൊപ്പം സഞ്ചരിക്കുക. നടന്നാണെങ്കിൽ നടന്ന്, വണ്ടിയിലാണെങ്കിൽ വണ്ടി, കാറിലാണെങ്കിൽ കാർ, അങ്ങനെയൊന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എപ്പോഴും ചെയ്യേണ്ടത് ജനങ്ങളോടൊപ്പം ജീവിക്കാനുള്ളതാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം, കരയിൽ നിന്നൊരു മത്സ്യത്തെ പിടിച്ച് വെളിയിട്ടാൽ മത്സ്യം മരിച്ചു പോകും, അല്ലേ? രാഷ്ട്രീയ പ്രവർത്തനം ജനങ്ങളിൽ നിന്ന് വേറിട്ട് മാറ്റി നിർത്തിയാൽ രാഷ്ട്രീയ പ്രവർത്തനം അവിടെ അവസാനിക്കുകയാണ് എന്ന് വിശ്വസിക്കുന്നതാണ്. ഇൻസ്പയറിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കാനുള്ള ഒരു ആവേശമാണ്. തീർച്ചയായിട്ടും. തന്നെയല്ല ജനങ്ങൾ നൽകുന്ന സ്നേഹം. ഇതിപ്പോൾ കഴിഞ്ഞ കുറേ കാലമായി എനിക്ക് പ്രത്യേകിച്ച് ഞങ്ങൾ വലിയ പോസ്റ്റൊന്നുമില്ല. പക്ഷേ എവിടെ ചെന്നാലും ജനങ്ങളുടെ സ്നേഹം, നമ്മളെ കാണാൻ വരുന്ന ആളുകൾ, നമ്മുടെ യോഗങ്ങളിൽ പോകുമ്പം തടിച്ചു കൂടുന്ന ജനങ്ങൾ, അതൊക്കെ വലിയൊരു അംഗീകാരമല്ലേ? ജനങ്ങൾ നൽകുന്ന സ്നേഹമല്ലേ? ആ സ്നേഹമല്ലേ ഏറ്റവും വലുത്? ഏത് പദവിയേക്കാളും വലുത് ജനങ്ങൾ നൽകുന്ന സ്നേഹമാണ്. ജനങ്ങൾ വിളിക്കുന്ന മുദ്രാവാക്യമാണ്. ജനങ്ങൾ പ്രസംഗത്തിൽ നൽകുന്ന കയ്യടിയാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നാലുമേ ഞാൻ ചോദിക്കുന്നത്, ചിലപ്പോഴൊക്കെ ഒരു നിരാശ തോന്നിയിട്ടില്ലേ? തോന്നുമോ എന്ന് ചോദിക്കാൻ, അല്ലെങ്കിൽ ഒരു സങ്കടം, ഒരു തളർച്ച. ഇപ്പോൾ കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായിരുന്നു, ഒരുപാട് വിഷയങ്ങൾ കൊണ്ടുവന്നു. ഒരുപക്ഷെ മാധ്യമങ്ങൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പണി പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് ചെയ്തു. പക്ഷേ അത് റിവാർഡ് ചെയ്യപ്പെട്ടില്ല തെരഞ്ഞെടുപ്പിൽ. അതിന് കുറേ ഘടകങ്ങൾ മുമ്പുള്ള ഇൻ്റർവ്യൂവിലും താങ്കൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അത് എൻക്യാഷ് ചെയ്യപ്പെട്ടില്ലല്ലോ എന്ന സങ്കടം ആ സമയത്ത് വല്ലാതെ ഉലച്ചിരുന്നോ? അതെനിക്ക് സങ്കടം ഉണ്ടായിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ ഞാൻ വെറുതെ പറയുന്നത് കള്ളത്തരമായിരിക്കും. കള്ളം പറയാൻ താല്പര്യമില്ല.
കാരണം ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ എൻ്റെ ദൗത്യം 5 വർഷം ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്തു. പക്ഷേ കോവിഡും അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളും നമുക്കതിൻ്റെ ഒരു ഫലം കിട്ടാത്ത അവസ്ഥയുണ്ട്. ഒരു ഗവൺമെൻറ് രൂപീകരിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായെന്നുള്ളത് സത്യമാണ്. അതിൻ്റെ വിഷമം എനിക്കുണ്ട്. അത് സ്വാഭാവികമായിട്ട് ആർക്കും ഉണ്ടാകുന്നതല്ലേ. പക്ഷെ അതിൻ്റെ പേരിൽ ഞാൻ വീട്ടിൽ കയറി നിന്നിട്ടില്ല. ഞാൻ വീണ്ടും സജീവമാണ്, ജനങ്ങളോടൊപ്പമാണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഇപ്പം എന്നെ മഹാരാഷ്ട്രയുടെ ചുമതല, ഇടയ്ക്ക് എന്നെ തമിഴ്നാടിൻ്റെ പഞ്ചായത്ത് രണ്ടുപേരും ചുമതല ഏൽപ്പിച്ചു, ഞാൻ ചെയ്തു. ഇടയ്ക്ക് എന്നെ ഗുജറാത്തിൽ വിട്ടു, അവിടുത്തെ സ്ഥാനാർത്ഥികളുടെ കമ്മിറ്റിയുടെ ചെയർമാനായി, അത് ചെയ്തു. എന്നെ മഹാരാഷ്ട്രയിൽ വിട്ടു. പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ദൗത്യവും ഞാൻ ചെയ്യും. പക്ഷെ എൻ്റെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് കേരളമാണ്, വേരുകൾ കേരളത്തിലാണ്. അപ്പോൾ കേരളത്തിൽ തന്നെ പ്രവർത്തിക്കാനാണ് എനിക്ക് താല്പര്യം. ഡൽഹി 10-20 വർഷം പ്രവർത്തിച്ചിട്ട് ഞാൻ തിരിച്ചു വന്ന ഒരാളാണ്. അങ്ങനെ വരാൻ എന്നോട് പാർട്ടി പറഞ്ഞിട്ട് വന്ന ആൾ. ലീഡറെ ഇപ്പോൾ ഒരു മഹാമേരു പാർട്ടി വിട്ടു പോയപ്പം എന്നെ KPC പ്രസിഡൻ്റ് ആക്കാൻ പാർട്ടി എടുത്ത തീരുമാനമാണ്. അതായത് എനിക്ക് അവിടെ ഞാൻ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ 4 മുഖ്യമന്ത്രിമാരുള്ള അന്നത്തെ കാലത്ത് ആ സ്റ്റേറ്റുകളുടെ ചുമതലയായിരുന്നു എനിക്ക്. പ്രതാപകാലമായിരുന്നു. നല്ല പ്രതാപകാലമായിരുന്നു. അപ്പോൾ എന്നിട്ടും എന്നോട് പാർട്ടി ആവശ്യപ്പെട്ടപ്പോൾ ഞാനിവിടെ വന്നു, ഒരു മടിയും പറഞ്ഞില്ല. 9 വർഷം KPC പ്രസിഡൻ്റായിരുന്നു. ചെയ്യാൻ പറ്റുന്നതൊക്കെ പാർട്ടിക്ക് വേണ്ടി ചെയ്തു. ഗവൺമെൻറ്റിനെ തിരിച്ചു കൊണ്ടുവന്നു. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലൊക്കെ ജയിച്ചു. അപ്പം നമ്മൾ ഏൽപ്പിച്ച ജോലിയൊക്കെ നമ്മൾ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ കഴിഞ്ഞ തവണ ഇപ്പോൾ താങ്കൾ ഇത്രയും എഫേർട്ട് എടുത്ത ഒരു പ്രതിപക്ഷ നേതാവാണ്. ഒരുപാട് വിഷയങ്ങൾ കൊണ്ടുവന്നു, നിരന്തരമായി സർക്കാരുമായി ഫൈറ്റിലായിരുന്നു. പക്ഷേ താങ്കൾ തന്നെ പറയുന്നത് പ്രകാരമാണെങ്കിൽ അപ്രതീക്ഷിതമായി വന്ന ചില സാമൂഹിക കാരണങ്ങളാൽ പിണറായി വിജയൻ ഗവൺമെൻറ് റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ അത് ആ നിലയ്ക്ക് പാർട്ടി മനസ്സിലാക്കുകയും ഒരു തവണ കൂടി രമേശ് തന്നെ നയിക്കട്ടെ എന്ന തീരുമാനം എടുക്കും എന്ന് വിചാരിച്ചിരുന്നോ? ആ സന്ദർഭം അപ്രതീക്ഷിതമായിരുന്നോ? ഒന്ന് മാറി അല്ല, നമ്മളോട് ഞങ്ങൾ ഉമ്മൻചാണ്ടി തന്നെ പോയി KC വേണുഗോപാലിനും ചോദിച്ചു, മറ്റു നേതാക്കളോടും ചോദിച്ചു, എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ തന്നെ അത് ഫെസിലിറ്റേറ്റ് ചെയ്യാം. പക്ഷെ അത് പറയാതിരുന്നതിനെ പറ്റി വിഷമം എനിക്കുണ്ട്. പക്ഷേ ശ്രീ രാഹുൽ ഗാന്ധിയുമായിട്ട് ഞാൻ പിന്നെ സോണിയാഗാന്ധി എന്നെ വിളിച്ചു, 2 പേർ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റേതായ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു. കാരണം നമ്മളൊരു പാർട്ടി നിൽക്കുമ്പം പാർട്ടി ലീഡർഷിപ്പാണ് നമുക്ക് വരുന്നത്. പ്രത്യേകിച്ച് ഗാന്ധി കുടുംബവുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ, ഇപ്പോഴും അപ്പോഴും എല്ലാം. അപ്പോൾ എൻ്റെ രാഷ്ട്രീയത്തിലെ എൻ്റെ പ്രവർത്തനങ്ങൾക്ക് അവർ നൽകിയ പിന്തുണ ചെറുതല്ല. അപ്പോൾ അവരൊരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തെ ധിക്കരിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. പക്ഷേ എനിക്ക് ആകെ പറഞ്ഞത്, എന്നോടിത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സ്വയം അത് ചെയ്യുമായിരുന്നു. ഉമ്മൻചാണ്ടിയെപ്പോഴും നേതാവ് പോയി ചോദിച്ചിട്ട് പോലും ആരും പറഞ്ഞില്ല. അതൊരു പ്രയാസം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞത് അവർ ആ തീരുമാനം എടുക്കുമ്പോഴും കേരളത്തിൽ നിന്നുള്ള ഇൻപുട്സ് അല്ലേ അതിന് കാരണമാവുക. അപ്പോൾ കേരളത്തിലെ പാർട്ടിയും ആ കാര്യത്തിൽ ഒരു പൂർണ്ണമായും തങ്ങളുടെ ഇമോഷൻസിനെ എടുത്തില്ല എന്നൊരു സങ്കടമുണ്ട്. അല്ല, അതൊക്കെ പാർട്ടിയുടേതായ ചില തീരുമാനം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനകത്ത് ഇമോഷണൽ ആയ കാര്യങ്ങളെക്കാൾ കൂടുതൽ പാർട്ടിയുടെ ഓരോ സാഹചര്യങ്ങൾ കണക്കിലെടുത്തായിരിക്കും അവർ. കാരണം 2 തെരഞ്ഞെടുപ്പുകൾ തോറ്റു. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു മാറ്റം വേണമെന്ന് അവർ ആലോചിച്ച് കാണും, അതുകൊണ്ടാകും. അതിലൊന്നും എനിക്ക് പരാതിയൊന്നുമില്ല. എനിക്കത് എന്നോടത് പറഞ്ഞിരുന്നെങ്കിൽ കുറേ കൂടി ഭംഗിയായിട്ട് എനിക്കത് ചെയ്യാമായിരുന്നു എന്നുള്ളൊരു പരാതി മാത്രമേ. അല്ല, ഒരു പ്രതിപക്ഷ നേതാവ് നിലയ്ക്ക് രമേശ് ചെന്നിത്തല ഫെയിലായിപ്പോയി എന്നുള്ള ഈ രാഷ്ട്രീയ ശത്രുക്കളുടെ പ്രചാരവേല പാർട്ടിയെയും ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടോ? അല്ല, തെരഞ്ഞെടുപ്പിൽ തോറ്റല്ലോ, അതൊരു ഘടകമാണല്ലോ. തെരഞ്ഞെടുപ്പിൽ തോൽവി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നയിച്ച ഒരാളാണ് ഞാൻ മാത്രമല്ല, ഉമ്മൻചാണ്ടി, ഞങ്ങൾ 2 പേരുമാണ് നയിച്ചത്. പിന്നെ KPC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അതിൽ ശിക്ഷിക്കപ്പെട്ടത് തന്നെ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു വിഷമം എനിക്കുണ്ട്. അത് സാരമില്ല, അതൊക്കെ എൻ്റെ ഭാഗമാണ്. പക്ഷെ എന്നാലും അത് കഴിഞ്ഞു, പിന്നെയും കുറേ യാത്ര മുന്നോട്ട് വന്നു. ഇപ്പോൾ വീണ്ടും ഒരു പഴയ ഒരു നേതൃപദവിയിലേക്ക്, ആ വിസിബിലിറ്റിയിലേക്ക്, ദൃശ്യതയിലേക്ക്, അംഗീകാരത്തിലേക്ക്, പാർട്ടിക്കാരുടെ സ്നേഹവാത്സല്യത്തിലേക്ക് പെട്ടെന്ന് മടങ്ങിയെത്തി, പദവികളൊന്നും ഇല്ലെങ്കിലും എന്നാണ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും അതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വത്ത്. ജനങ്ങളുമായുള്ള ബന്ധം, പാർട്ടി പ്രവർത്തകരുമായിട്ടുള്ള ബന്ധം. ഒരു പാർട്ടി പ്രവർത്തകന് വിഷമമുണ്ടായാൽ ഓടിയെത്തുന്നത്, ആശുപത്രി പോയാൽ അവിടെ എത്തുന്നത്, അതൊക്കെ എൻ്റെ കുട്ടിക്കാലം മുതലുള്ള എൻ്റെ ശൈലിയാണ്. അതിലൊക്കെ വലിയ മാറ്റമൊന്നും ഞാൻ വരുത്തിയിട്ടില്ല. എപ്പോഴും അങ്ങനെ തന്നെ. ആ സ്ഥാനമാനങ്ങളുടെ അടിസ്ഥാനത്തിലല്ല നമ്മളത് ചെയ്യുന്നത്. അത് നമ്മളുടെ ഒരു ദൗത്യമാണിതല്ല. ആ ദൗത്യം ഞാൻ എപ്പോഴും നിറവേറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ലീഡർ ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് അപ്രോച്ച് ജനങ്ങളെ സമീപിക്കുന്ന കാര്യത്തിൽ വെച്ച് പുലർത്തുന്നുണ്ടോ? സ്വന്തമായിട്ട് അസസ് ചെയ്യുന്നത് എന്താണ്? നേതാക്കളുടെ ശരീരഭാഷയും അവർ ജനങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളും വാക്കുകളും ശരീരഭാഷയൊക്കെ ഭയങ്കരമായി ഡിസ്കസ് ചെയ്യപ്പെടുന്നു ഈ കാലത്ത്, പ്രത്യേകിച്ച് വിഷ്വൽ മീഡിയയുടെ കാലത്ത്. അപ്പോൾ നേതാക്കളെക്കുറിച്ച് പലതരത്തിലുള്ള അഭിപ്രായമുണ്ട്, കോൺഗ്രസിലെയും അപ്പുറത്ത് CPM-ലെയും ഒക്കെ. സോ രമേശ് ചെന്നിത്തല എന്നൊരു നേതാവ് ജനങ്ങളോട് ഭയങ്കരമായ കുറച്ചൊരു കണക്ഷനുള്ള ഒരാൾ. ഞാൻ തീർച്ചയായിട്ടും എപ്പോഴും ഞാൻ ജനങ്ങളുമായിട്ടുള്ള കണക്റ്റ്
ഒരിക്കലും ഞാൻ വിടാറില്ല. തന്നെയല്ല, നമ്മൾ ഒരു പദവിയിലാവുന്നു, നമുക്ക് പൊസിഷൻസ് വരുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ മനുഷ്യരല്ലാതാവുന്നില്ലല്ലോ. നമ്മളെല്ലാവരും ചൂടാവുക, അല്ലെങ്കിൽ നമ്മളെല്ലാവരോടും വഴക്കിടുക, നമ്മുടെ ഫോട്ടോ എടുക്കാൻ സെൽഫി എടുക്കാൻ വരുമ്പോൾ കൈ തട്ടി കളയുക, പത്രക്കാർ വരുമ്പോൾ മാറി നിൽക്കാൻ പറയുക, ഇതൊന്നും ഞാൻ ചെയ്യാറില്ല. അതൊരു പക്ഷേ എൻ്റെ ദൗർബല്യമാകാം, അല്ലെങ്കിൽ നന്മയാകാം, അത് ജനങ്ങൾ വിലയിരുത്തട്ടെ. പക്ഷേ എല്ലാവരോടും ഞാൻ സ്നേഹത്തോടെ പെരുമാറുള്ളൂ. അത് പാർട്ടിക്കകത്തുള്ള ആൾക്കാരോടും അങ്ങനെ തന്നെയാണ്. എന്നെ എതിർക്കുന്നവരോട് പോയി ഞാൻ അങ്ങനെ പെരുമാറുള്ളൂ. അത് നമ്മുടെ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. അല്ല, അത് ജനങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടർ? തീർച്ചയായിട്ടും. കാരണം നമ്മളെ കാണാൻ വരുന്ന ഒരാൾ വലിയ പ്രതീക്ഷയായിട്ടാണ് വരുന്നത്. ആ പ്രതീക്ഷയായിട്ട് വരുമ്പോൾ നമ്മൾ അയാളോട് മോശമായി പെരുമാറിയാൽ ചിലപ്പോൾ അയാൾ കൊണ്ടിരുന്ന കാര്യം നടക്കാത്ത കാര്യമായിരിക്കും. എങ്കിലും അയാൾ വലിയ പ്രതീക്ഷ അർപ്പിച്ച് രാവിലെ കുളിച്ചൊരുങ്ങി വീട്ടിൽ നിന്ന് ബസ് പിടിച്ച് ഇവിടെ വന്നിട്ട് നമ്മളെ കാണാൻ വരിക. അപ്പോൾ ആ വരുന്ന മനുഷ്യൻ്റെ മാനസികമായ വികാരം എന്തായിരിക്കും എന്ന് ഞാനൊരു നിമിഷം ആലോചിച്ച് പോകും. അപ്പോൾ ചിലർ എന്നെ പറ്റി കുറ്റം പറയാറുണ്ട്, ആരോടും നോ പറയില്ല. അത് സത്യമാണ്, ഞാൻ നോ പറയില്ല. പക്ഷേ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും അവരെ. ഈ കാര്യത്തിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ സമാശ്വസിപ്പിച്ച് വിടും. കാരണം ഞാനന്നേരം ആലോചിക്കുന്നുണ്ട്, ഇയാൾ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് റെഡിയായി 8 മണിക്ക് എൻ്റെ വീട്ടിൽ വന്നു, അല്ലെങ്കിൽ എൻ്റെ ഓഫീസിൽ വന്നു. ഇത്രയും കഷ്ടപ്പെട്ട് വരുന്ന ഒരാളോട് എങ്ങനെയാണ് പെട്ടെന്ന് ഇതൊന്നും പറ്റില്ല, താൻ പോടും എന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ആൾക്കാരെ ഇപ്പോൾ പൊതുവെ പറയുന്ന കാര്യമുണ്ട്, അതായത് എല്ലാ പാർട്ടികൾക്കും ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലീഡർ ആവശ്യമുണ്ട്, പവർഫുൾ എന്ന് ഫീൽ ചെയ്യുന്ന ലീഡർ. ഇപ്പോൾ നരേന്ദ്രമോദിയെക്കുറിച്ച് ആൾക്കാർ പറയുന്നത് അങ്ങനെയാണ്. പിണറായി വിജയൻ അവിടുത്തെ ഒരു എന്താണ്, വളരെ അഡമൻ്റ് ആയിട്ടുള്ള, വളരെ പവർഫുള്ളായ ഫീൽ കൊടുക്കുന്ന ഒരു ലീഡർ. അപ്പോൾ സത്യത്തിൽ ഇപ്പോൾ ഈ കറണ്ട് ഇന്ത്യൻ പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ കേരള പൊളിറ്റിക്സിൽ അങ്ങനെ ഭയങ്കര ദൃഢരൂപിയായിട്ടുള്ള ഒരു നേതാവാണ് ആവശ്യം എന്ന് തോന്നുന്നുണ്ടോ? അതോ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ? എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇന്ന് ലോകത്തെമ്പാടും ഇതുപോലെയുള്ള ഏകാധിപതികളുടെ ഒരു കാലമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അത് തെറ്റായ കാര്യമാണ്. അത് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മൾ എടുക്കുന്ന ചില നിലപാടുകൾ, നമുക്ക് കുറച്ച് നിലപാടുകൾ ഉണ്ടാവണം. അത് ഞാൻ എടുക്കാറുള്ള ചില നിലപാടുകൾ എനിക്ക് കുറച്ച് നിലപാടാണ്. പക്ഷെ ആളുകളെ കാണുമ്പോൾ അവരെ ഭയപ്പെടുത്തുകയും അവരോട് മോശമായി സംസാരിക്കുകയും ആളുകളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാനെപ്പോഴും ഒരു കൺസെൻസസ് മുന്നോട്ട് വെക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നുവെച്ചാൽ ആളുകളെ കൂട്ടി യോജിപ്പിക്കുക. അതാണ് കോൺഗ്രസ് എല്ലാവരെയും കൂടി പോകുന്ന പാർട്ടിയാണ്, എല്ലാവരെയും ചേർത്ത് നിന്ന പാർട്ടിയാണ്. കൺസെൻസസ് ആണ് കോൺഗ്രസ് എപ്പോഴും സ്വീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സമവായത്തിൻ്റെ നേതാവ്, ശരിയാണ് താങ്കൾ പറഞ്ഞ, ആളുകൾക്കിടയിൽ ഒരു കണക്ഷൻ, ഒരു ബന്ധം ഉണ്ടാക്കാൻ, സമവായം ഉണ്ടാക്കാൻ, രഞ്ജിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളെന്ന നിലയ്ക്കുള്ള പ്രത്യേകത കൂടി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തലയുടെ റെലവൻസ് ഇപ്പോഴും ചോരാതെ നിൽക്കുന്നതെന്ന് സ്വയം വിചാരിക്കുന്നുണ്ടോ? അല്ല, അതെൻ്റെ ഉത്തരവാദിത്വമല്ലേ. കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ശൈലി പൂർണ്ണമായി ഉൾക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു കൊയിലേഷനാണ്, 40-45 വർഷമായിട്ട് ഇവിടെ കൊയിലേഷനാണ്. അപ്പോൾ അതെൻ്റെ വ്യക്തിത്വത്തെ സ്വാധീനിച്ചിട്ടുണ്ടാവും. കാരണം വളരെ ചെറിയ പ്രായത്തിൽ ഞാൻ MLA ആയി, 28-ാമത്തെ വയസ്സിൽ മന്ത്രിയായി. അപ്പം ഇങ്ങനെ തുടർച്ചയായി പാർട്ടി പൊസിഷനിലും അധികാരത്തിലും ഇരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പലതിനെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പോകേണ്ടി വരും. പൊളിറ്റിക്സിൽ നമ്മൾ ഇമ്പോസിബിളിനെ പോസിബിളാക്കുന്ന ജോലി കൂടി നമുക്കുണ്ട്. അപ്പം നമ്മളെന്ത് ചെയ്യും, എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് കൊണ്ടുവന്ന് നോക്കും, പാർട്ടിക്കകത്താണേലും പുറത്താണേലും. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു കൺസെൻസസിൻ്റെ രീതി കൈക്കൊള്ളേണ്ടി വരും. പക്ഷേ അതിൻ്റെ അർത്ഥം എല്ലാ തെറ്റിനോടും കോംപ്രമൈസ് ചെയ്യുന്നു എന്നുള്ളതല്ല. അതെനിക്ക് ചെയ്യാൻ കഴിയത്തുമില്ല. തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് കണ്ട് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും. പക്ഷേ എന്നാലും ഒരാളുടെ മുഖമടച്ച് ഒരാളെ പറഞ്ഞു വിടാനുള്ള മാനസികമായൊരു വിഷമം എനിക്ക് എപ്പോഴും ഉണ്ട്. ആ കാര്യത്തിൽ കോൺഗ്രസ് ഇപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് വേയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. നേതാക്കളെല്ലാവരും ആ ഒരു മൂഡിലാണ്. ഇപ്പോൾ ഇറങ്ങിപ്പോയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഇറങ്ങിപ്പോയി പെട്ടെന്ന് അപ്പുറത്ത് പോയി ചേർന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ കൺസെൻസസിൻ്റെ കാര്യത്തിൽ എല്ലാവരും ഒരേ ലൈനിൽ, ഒരേ പേജിൽ വർക്ക് ചെയ്യാം. അങ്ങനെയൊന്നും ആയിരിക്കില്ല. കാരണം ഓരോരുത്തർക്കും ഓരോതായ ശൈലി ഉണ്ടാകും. ഞാൻ KPC പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ ഞാൻ അന്ന് കോൺഗ്രസ് വിട്ടുപോയി എല്ലാവരും തിരിച്ചു കൊണ്ടുവന്നു. എല്ലാ ആളുകളെയും ഞാൻ സദിയക് ജോണിനെ, ശങ്കർ നാരായണപിള്ളയെ, കരവളം കൃഷ്ണപിള്ളയെ, BC കബീറിനെ, അതുപോലെ എണ്ണിയാൽ ഒടുങ്ങാത്ത ജോസ് കുറ്റിയാനിയെ, ഒടുങ്ങാത്ത നിരവധി നേതാക്കളെ പാർട്ടി വിട്ടുപോയവരെയൊക്കെ ഞാൻ തിരിച്ചു കൊടുക്കുന്നു. പാർട്ടിയിലേക്ക് വരാൻ ആഗ്രഹിച്ചിട്ടുള്ള ധാരാളം CPM നേതാക്കന്മാർ, അബ്ദുള്ളക്കുട്ടിയെ, അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവന്നു ഇയാളെ മനോജ് MP ആയിരുന്നു, മനോജിനെ, ശിവരാമനെ, ഒക്കെ അവരെല്ലാം ഞാൻ എൻ്റെ കാലത്ത് കൊണ്ടുവന്നവരാണ്. ചിലരൊക്കെ പിന്നെ പോയി എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതുകൊണ്ടാണ് നമ്മളെല്ലാവരെയും ചേർത്ത് നിർത്തുക. നമ്മുടെ ഒരു കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ കീഴിൽ വരാൻ ആഗ്രഹിക്കുന്നവരെ മുഴുവൻ കൊണ്ടുവരിക.
അതൊക്കെ നമ്മുടെ ദൗത്യത്തിൽപ്പെട്ടതാണ്. സരിനെയൊക്കെ നിർത്താൻ പറ്റുമായിരുന്നോ? അല്ല, സരിൻ പെട്ടെന്ന് സീറ്റ് വേണം, ഞങ്ങൾ സീറ്റ് കൊടുത്തതാണ്, ഒറ്റപ്പാലത്ത് ഞങ്ങൾ സീറ്റ് കൊടുത്തതാണ്. പക്ഷെ ഒറ്റപ്പാലം പുള്ളിക്ക് ജയിക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ പാലക്കാട് ആവശ്യപ്പെട്ടു, പക്ഷെ പാലക്കാട് കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ പെട്ടെന്നാണ് അദ്ദേഹം നിലപാട് സ്വീകരിച്ചത്. സരിന് നല്ല ചെറുപ്പക്കാരനാണ്, ഞാനങ്ങനെ തെറ്റൊന്നും കാണുന്നില്ല. പക്ഷേ സരിന് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. സരിന് ഔദ്യോഗികമായ ജോലികൾ കഴിഞ്ഞ ശേഷം വന്നപ്പോൾ പാർട്ടി അതിൻ്റെ അംഗീകാരം കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്. ചിലപ്പോൾ നമുക്ക് അംഗീകാരം കിട്ടിയില്ലെന്ന് വരും, അപ്പം നമുക്ക് പാർട്ടി മാറാൻ പറ്റൂ. അങ്ങനെ അത് നല്ലൊരു ശൈലിയല്ല ഏത് പാർട്ടിയാണെങ്കിലും. എന്നാലും കുറച്ചുകൂടെ ഒന്ന് ആശ്വസിപ്പിക്കുക എന്നുള്ള സംഗതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ കക്ഷി നിൽക്കുമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഞാനുമായിട്ട് നല്ല ബന്ധമായിരുന്നു. ഞാനെപ്പോഴും പറയുമായിരുന്നു, സരിൻ നിങ്ങൾക്ക് നല്ല ഫ്യൂച്ചറുണ്ട് കോൺഗ്രസ്സിൽ, ഒരു സ്ഥാനം കിട്ടിയില്ലെങ്കിൽ അടുത്ത സ്ഥാനം കിട്ടില്ലേ എന്നൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു. എന്നോട് പ്രത്യേകിച്ച് അങ്ങനെ വിരോധമൊന്നും പുള്ളിക്കില്ല. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് ഒരു കാര്യമുള്ളത്, ഈ സർക്കാരിനെതിരായിട്ട് നിങ്ങൾ ഇപ്പോൾ നടത്തുന്ന ഈ ക്യാമ്പയിൻ അതതിൻ്റെ പൂർണ്ണ വളർച്ചയിലെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടുള്ള മറിച്ചൊരു ജനവിധിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്നാൽ അത് സീൽ ചെയ്തോ? അത് ഇല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ തെരഞ്ഞെടുപ്പുകളും വളരെ ഗൗരവമായി കാണുന്ന ആളുകളാണ്. പഞ്ചായത്ത് നമ്മൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തുടർഭരണം ഉണ്ടായതിനു ശേഷം വന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പും UDF ജയിച്ചു, എക്സെപ്റ്റ് ചേലക്കര. ചേലക്കരയിലെ ഭൂരിപക്ഷം നമ്മൾ 40,000 നിന്ന് 5 കുറച്ചു. പിന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് 20-ൽ 18 സീറ്റ് കിട്ടി. പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. സാധാരണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ഇടതു മുന്നണിക്കാണ് മുൻതൂക്കം. 2010 ഞാൻ KPC പ്രസിഡൻ്റ് ആയപ്പോൾ ഉണ്ടായ വിജയമാണ് കേരളത്തിലെ കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം. ഇത്തവണ അത്ര എത്തിയില്ലെങ്കിൽ അതിന് സമാനമായൊരു വിജയം ഉണ്ടായി. അപ്പോൾ ഇതെല്ലാം തെളിയിക്കുന്ന എന്താണ്? ഈ ഗവൺമെൻറ്റിനോട് ജനങ്ങൾക്ക് ശക്തമായ വിയോജിപ്പുകളുണ്ട്, എതിർപ്പുണ്ട്. ഗവൺമെൻറ് മാറണമെന്നുള്ള വികാരം ജനങ്ങളിൽ ശക്തമാണ്. പക്ഷേ ഇന്ന് ഇവർ തെറ്റിൻ്റെ പാതയിലൂടെയാണ് പോകുന്നത്. ഇവരിപ്പോൾ എന്താ ചെയ്യുന്നത്? ലോകം മുഴുവൻ, ഈ കേരളം മുഴുവൻ ഇവർ ഗവൺമെൻറ് പണം ഉപയോഗിച്ചുകൊണ്ടുള്ള പരസ്യ കോലാഹലമാണ്. ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാൻ സർക്കാരിൻ്റെ പണമാണ് ഈ ചിലവഴിക്കുന്നത്. അതിൽ വലിയ തോതിലുള്ള അതൃപ്തി ജനങ്ങൾക്കൂടെ, അവരത് മനസ്സിലാക്കുന്നില്ല. ഇന്നലെ എല്ലാ പത്രത്തിൻ്റെയും ഫ്രണ്ട് പേജിൽ പരസ്യമാണ് ഈ വയനാട്ടിലുണ്ടായത്. ആ പൈസ കൂടി ആ പാവങ്ങൾക്ക് കൊടുത്തിരുന്നെങ്കിൽ എത്ര കോടിയായി ചിലവഴിക്കാനും ഫ്രണ്ട് പേജിൽ പരസ്യം കൊടുക്കാൻ. ആ പൈസ കൂടി ആ പാവപ്പെട്ട കച്ചവടക്കാർക്കോ പാവങ്ങൾക്കോ വല്ലതും കൊടുത്തിരുന്നത് എത്ര സഹായമായിന്. അപ്പോൾ ഇവരൊരു PR വർക്ക് നടക്കുകയാണ്. അതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ജനങ്ങൾക്ക് മനസ്സിലാവും, പ്രവർത്തകർക്ക് മനസ്സിലാവും, ജനങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ മുണ്ടക്കയുടെ കാര്യത്തിൽ നിങ്ങളൊരു വിമർശനത്തിന് നടുവ് നിൽക്കുന്നില്ലേ? കാരണം പ്രത്യേകിച്ച് നിങ്ങൾ പ്രഖ്യാപിച്ച വീടുകളിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റില്ല, തറക്കല്ലിട്ടത് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും മുസ്ലിം ലീഗ് കൊടുത്തു, സർക്കാരും കൊടുത്തു, DYFI എല്ലാവർക്കും വീട് കൊടുത്തു, MP ഫണ്ടിൽ നിന്നൊന്നും വന്നിട്ടില്ല. ഇന്നിപ്പോൾ അവിടുത്തെ കൽപ്പറ്റ MLA പ്രസംഗിക്കുമ്പോൾ ആൾക്കാർ കൂക്കി വിളിക്കുന്നു. സത്യത്തിൽ മുണ്ടക്കയുടെ കാര്യത്തിൽ അല്ല, MP ഫണ്ടിൽ നിന്നും മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ശരി, ഓക്കെ. അത് സിദ്ധിക്കാനകത്ത് വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച ഒരാളാണ്. ഈ സ്ഥലങ്ങൾ നിങ്ങളത് മനസ്സിലാക്കണം. ഈ ദുരന്തം ഉണ്ടായപ്പോൾ ആദ്യം MLA ഫണ്ട് പ്രഖ്യാപിച്ച ആൾ ഞാനാണ്. ഓർമ്മയുണ്ടാവുമല്ലോ, ഞാനാണ് ആദ്യം MLA ഫണ്ട് പ്രഖ്യാപിക്കുന്നത്. അതേ തുടർന്ന് കോൺഗ്രസിൻ്റെ എല്ലാ MLA-മാരും ഫണ്ട് കൊടുത്തു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ. 2, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യ 20 കോടി രൂപ പ്രഖ്യാപിച്ചു, 10 കൊടുത്തു. MP-മാർ ഫണ്ട് കൊടുത്തു, അവരുടെ കയ്യിൽ അവരുടെ ഫണ്ട് കൊടുത്തു. ഈ വയനാട്ടിലെ MP കൊടുത്തിട്ടില്ല എന്നാണ് വിമർശനം. വയനാട്ടിലെ MP അതിനേക്കാൾ കൂടുതൽ പണം അവിടുത്തെ കച്ചവടക്കാർക്ക് കഴിഞ്ഞ ദിവസം കൊടുത്തല്ലോ, അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഗവൺമെൻറ് കൊടുക്കുന്ന ഈ സ്ഥലം, എത്ര ഗവൺമെൻറ് സ്ഥലം കണ്ടെത്താൻ 1 വർഷം എടുത്തു. എന്നിട്ട് പ്ലാന്റേഷൻ്റെ ഭൂമി ഏറ്റെടുത്ത് കൊടുത്ത് നിയമത്തിൽ മാറ്റം വരുത്തി. ഞങ്ങൾ ആദ്യം ധരിച്ചത് എന്താ? ഞങ്ങൾക്കൂടെ ഗവൺമെൻറ് ഭൂമി തരുമെന്നാണ്. തന്നില്ല. ഞങ്ങൾ ഭൂമി കിട്ടുമെന്ന് കാത്തിരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് താമസം ഉണ്ടായത്. പിന്നെ ഞങ്ങൾ വലിയ വിലയ്ക്ക് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കേണ്ടി വന്നു. ഇപ്പം ഞങ്ങൾ തറക്കല്ലിട്ടു. വേഗതയിൽ അത് പൂർത്തീകരിക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഇതിന് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾക്കെതിരായി ഈ ആരോപണമല്ല ഉന്നയിച്ചത്. യൂത്ത് കോൺഗ്രസിന് കിട്ടിയ പണം അത് KPCCക്ക് കൊടുത്തു. ഞങ്ങൾ ഈ വീടുകൾ പൂർത്തീകരിക്കും, ജനങ്ങൾക്ക് കൊടുക്കും, വൈകാതെ തന്നെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇവർ ചെയ്തതിനകത്ത് ഞങ്ങളുടെ പങ്കാളിത്തമില്ല എന്ന് പറയുന്നത് ശരിയല്ല. ആ പങ്കാളിത്തം ഞങ്ങൾ നിറവേറ്റിയിട്ടുണ്ട്. ആരെയും ബോധ്യപ്പെടുത്താനല്ല, അവിടുത്തെ ജനങ്ങളുടെ ദുരിതത്തിൽ ഞങ്ങൾ പങ്കാളികളായതാണ്. ശരി, ഈ സർക്കാർ മാറാൻ പോവുകയാണെന്നുള്ള നല്ല ആത്മവിശ്വാസം നിങ്ങൾ പ്രകടിപ്പിക്കുന്നു.
സർക്കാർ മാറാൻ പോകുമ്പോൾ ഇനി അതിൻ്റെ നായകത്വത്തിലേക്ക് ആര് വരും? ഒരുപക്ഷെ രമേശ് ചെന്നിത്തല ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കേട്ട ചോദ്യം അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ളതായിരിക്കും. ഇപ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ പദവിയിൽ നിന്ന് മാറിയെങ്കിലും ഇപ്പോഴും താങ്കൾ അത്രയും വിസിബിലിറ്റിയോടെ നിൽക്കുന്നു. ഏറ്റവും അവസാനത്തെ വലിയ വിവാദത്തിൻ്റെ വിശദാംശങ്ങളുമായി പോലും മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് രമേശ് ചെന്നിത്തലയാണ്. വലിയ വിഭാഗം ആളുകൾ രമേശ് മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്. സോ രമേശ് ചെന്നിത്തലയെ സ്നേഹിക്കുന്നവർ, രമേശ് ചെന്നിത്തലയെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ, മുന്നണിക്കകത്ത് തന്നെ അഭിപ്രായമുള്ള ആൾക്കാർ, അവരുടെ ഒരു എക്സ്പെക്റ്റേഷനോടുള്ള മറുപടി എന്താണ് ഈ കാര്യത്തിൽ? അടുത്ത മുഖ്യമന്ത്രി ഏതായാലും ഒരു കോൺഗ്രസ്സുകാരനായിരിക്കും, സംശയമില്ല. ആരായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഞങ്ങളെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഡൽഹി വിളിച്ചു. കോൺഗ്രസ് പ്രസിഡൻറ്റും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങളോടൊക്കെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് സംസാരിച്ചു. അത് കഴിഞ്ഞ് ഒരുമിച്ചെത്തി സംസാരിച്ചു. ഒരു തീരുമാനം എടുത്തു. എന്താ തീരുമാനം? ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി ഇവിടെ ഭൂരിപക്ഷം നേടുക എന്നുള്ളതാണ്. നേടിക്കഴിഞ്ഞാൽ ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യം പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഞങ്ങളെല്ലാം എഗ്രി ചെയ്തു. അതുകൊണ്ട് അതിപ്പോൾ ഒരു ചർച്ചയല്ല അതിനകത്ത്. ഇപ്പം ഞങ്ങൾക്ക് ഭൂരിപക്ഷം നല്ല കംഫർട്ടബിളായിട്ടുള്ളൊരു മെജോറിറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലാണ് ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത്. ഈ പ്രതിപക്ഷത്തെ സജീവമാക്കി നിർത്തുന്നതിൽ താങ്കൾ വളരെ നേതൃപരമായ പങ്കാളിത്തം ഇപ്പോഴും വഹിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഗാന്ധി കുടുംബവുമായി ദീർഘകാലമായ ബന്ധമുണ്ട്. എക്കാലത്തും ഏത് സ്ഫോടനങ്ങളുടെ കാലത്തും പാർട്ടി വിധേയത്വത്തിലൂടെ വിധേയനായി നിന്ന ആൾ കൂടിയാണ് താങ്കൾ. സോ ആ നിലയ്ക്ക് ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനത്തിൽ രമേശ് ചെന്നിത്തലയുടെ ടേക്കും എടുക്കും, രമേശ് ചെന്നിത്തലയുടെ താല്പര്യവും സംരക്ഷിക്കപ്പെടുമെന്ന കോൺഫിഡൻസ് ഉണ്ട്. എനിക്ക് 100% കോൺഫിഡൻസ് ഉള്ള എൻ്റെ നേതൃത്വത്തിൽ അത് ഏത് തീരുമാനം എടുത്താലും ഞാൻ അംഗീകരിക്കുകയും ചെയ്യും. എന്നെ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് ആക്രമിച്ചിട്ടുണ്ട്. അന്തരിച്ചു പോയ കോടിയേരി ബാലകൃഷ്ണൻ, എൻ്റെ പിതാവിനെ വരെ, അദ്ദേഹം എൻ്റെ അച്ഛൻ ഒരു അധ്യാപകനായിരുന്നു, ഖദറല്ലാതെ ജീവിതത്തിൽ ധരിച്ചിട്ടില്ല. അദ്ദേഹത്തെ വരെ BJP-കാരനാക്കാൻ ശ്രമിച്ചു, എന്നെ BJP-കാരനാക്കാൻ ശ്രമിച്ചു. ഞാൻ മരിക്കുന്നതുവരെ എൻ്റെ പാർട്ടിയിൽ നിൽക്കുക, എൻ്റെ ശരീരത്തിൽ അവസാനത്തിൽ ഇടുന്ന കൊടി കോൺഗ്രസിൻ്റെ കൊടിയായിരിക്കും. അപ്പം നമ്മളെ എന്തെല്ലാം ആക്ഷേപിക്കാൻ ശ്രമിച്ചു, എന്തെല്ലാം CPM ആണ് ഏറ്റവും കൂടുതൽ എന്നെ ആക്ഷേപിച്ചിട്ടുള്ളത്. അവരുടെ ക്യാപ്സ്യൂളുകളായിരുന്നു. പക്ഷെ അതൊന്നും എന്നെ പുറകോട്ടടിപ്പിച്ചിട്ടില്ല. ഞാൻ പാർട്ടിക്ക് വേണ്ടി എപ്പോഴും നിൽക്കുന്ന ആളാണ്. എന്തെല്ലാം ഞാൻ ഏത് തരത്തിൽ പ്രവർത്തിയാലും എനിക്ക് എന്തെല്ലാം ആക്ഷേപങ്ങൾ. ഏറ്റവും ഞാൻ പോരാടുന്നത് BJP-യുമായിട്ടാണ്. കാരണം എൻ്റെ നിയോജകമണ്ഡലത്തിലാണെങ്കിലും പുറത്താണെങ്കിലും BJP-ആയിട്ടുള്ള പോരാട്ടമാണ്. ആ പോരാട്ടം നിൽക്കുമ്പോൾ തന്നെ ഞാൻ BJP ആപ്പിച്ചാരാൻ പോകുന്നുള്ള പ്രചരണം നടത്തിയ ആളുകളാണ് CPM-കാർ. നട്ടാൽ കുരുക്കാത്ത നുണകൾ പ്രചരിപ്പിക്കുന്നവരാണിവർ. പക്ഷെ അതൊന്നും എന്നെ പുറകോട്ടടിപ്പിച്ചിട്ടില്ല. കാരണം എനിക്ക് എൻ്റെതായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എൻ്റെ പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്, കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. 9 വർഷം KPC പ്രസിഡൻ്റായി തുടർച്ചയായി ഞാൻ പ്രവർത്തിച്ച് ഈ പാർട്ടിയെ കെട്ടിപ്പടുത്ത് കൊണ്ടുവന്നതാണ്. അങ്ങനെയാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്. ചോദിക്കുന്നത് ആ ആത്മവിശ്വാസം എന്ന് പറയുന്നത് എന്നെ കൂടി കേൾക്കും, എൻ്റെ കൂടി താല്പര്യം പരിഗണിക്കും എന്ന ആത്മവിശ്വാസവും കൂടിയാണത്. നിഷാദ്, ഒരു കാര്യം മനസ്സിലാക്കണം. നാളെ എന്നെ പരിഗണിച്ചാലും ഞാൻ എൻ്റെ പാർട്ടിയോടൊപ്പം നിൽക്കും. എനിക്കൊരു പരിഭവം, എന്നെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടും ഒരു കരിയിലും ഇവിടെ അനങ്ങിയില്ല. ഞാൻ ഒരിക്കലും പാർട്ടിക്കെതിരെ സംസാരിച്ചിട്ടില്ല. എൻ്റെ സ്ഥാനത്ത് മറ്റേത് കോൺഗ്രസ് നേതാവായിരുന്നെങ്കിലും എന്തെല്ലാം ഇവിടെ ബഹളം ഉണ്ടാക്കിയതിന്. ഞാൻ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയോ? എനിക്ക് ഏതെങ്കിലും സ്ഥാനം തന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ പരാതിപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ജനങ്ങളുടെ മുമ്പിൽ കോൺഗ്രസിനെതിരായ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, UDF-നെതിരായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ നടത്തിയിട്ടുണ്ടോ? ഞാൻ നടത്തിയിട്ടില്ല. മുമ്പിലിരുന്ന് നിയമസഭ നയിച്ച ഒരാൾ രണ്ടാമത്തെ ബെഞ്ചിരിക്കുമ്പോഴും ഞാൻ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. അതാണ് രമേശ് ചെന്നിത്തല. അതാണ് എൻ്റെ പ്രകൃതവും എൻ്റെ സ്വഭാവവും. അതാണ് ഞാൻ രണ്ടാമത്തെ ബെഞ്ചിൽ നിന്നും പാർട്ടിയെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ഞാൻ സംസാരിക്കുകയാണ്. എൻ്റെ സ്ഥാനത്ത് മറ്റുള്ള ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്തെല്ലാം പൊല്ലാപ്പായിരുന്നു ഉണ്ടാക്കുന്നത്. സ്ഥാനങ്ങൾ കിട്ടാത്തതിൻ്റെ പേരിൽ, പറഞ്ഞ ആളിനെ മന്ത്രിയാക്കാത്തതിൻ്റെ പേരിൽ സത്യപ്രതിജ്ഞയ്ക്ക് പോകാത്ത നേതാക്കന്മാരുണ്ട്. ഞാൻ അങ്ങനെ ഒന്നും കാണിച്ചിട്ടില്ലല്ലോ. ഞാൻ എൻ്റെ പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനത്തെയും ശിരസ വഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എന്നോട് പലരും പറഞ്ഞു നിങ്ങൾക്ക് കൊണ്ട് നഷ്ടമുണ്ടായി. ഞാൻ ലാഭനഷ്ടം നോക്കി പ്രവർത്തിക്കുന്ന ഒരാളല്ല നിഷാദ്. പാർട്ടി ഏതെങ്കിലും ദൗത്യം ഏൽപ്പിച്ചാൽ അത് ചെയ്യും. ഏൽപ്പിച്ചില്ലെങ്കിലും സാധാരണ പാർട്ടി പ്രവർത്തകൻ, ഇപ്പോൾ ഞാനൊരു സാധാരണ പാർട്ടി പ്രവർത്തകനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം എവിടെ ചെന്നാലും ആൾ കൂടും, അവരുടെ സ്നേഹം കിട്ടും, അവരെന്നെ ഇഷ്ടപ്പെടുന്നു. അതല്ലേ വലുത്. അല്ല എന്ന് വെച്ചാൽ ഞാൻ സന്യാസിയൊന്നുമല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കുക. അതിനാൾ വിചാരിക്കും പിന്നെ കള്ളത്തരം പറയാം. അങ്ങനെയൊന്നുമില്ല. സന്യാസിയൊന്നുമല്ല.
രാഷ്ട്രീയത്തിന് നമുക്ക് അംഗീകാരം വേണമെന്നും സ്ഥാനമാനങ്ങൾ വേണമെന്നും പൊസിഷൻസ് വേണം, നമുക്ക് ആഗ്രഹമുള്ള ഒരാൾ തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ വെറുതെ കാപട്യം പറയാതിരിക്കും. ആ പൊസിഷൻ എന്തിനു വേണ്ടിയാണ്? ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഒരു വിഷയമേ അല്ല. അതൊക്കെ വരും പോവും. പക്ഷേ ജനങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധം, അതാണ് അവസാന നിമിഷം വരെ ആ ബന്ധം ഞാൻ തുടരും. ഈ കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്നുള്ള മലയാളിയായിട്ടുള്ള കെ.സി. വേണുഗോപാൽ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കീ റോളിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരിടത്തിൽ താങ്കളെക്കാൾ ജൂനിയറുമാണ്. അപ്പോൾ കെ.സി. വേണുഗോപാലുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു കഥ എന്താണ്? കെ.സി. വേണുഗോപാലാണെങ്കിലും വി.ഡി. സതീശനാണെങ്കിലും അവരെല്ലാം രണ്ടുപേരും എൻ്റെ അനിയന്മാരാണ്. ഒരു ഘട്ടത്തിൽ ഞാൻ കാർത്തികേയനും ഇവർ രണ്ടുപേരെയും വളർത്തിയെടുക്കുന്നതിൽ ഒത്തിരി പങ്ക് വഹിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ അവരുടെ വളർച്ചയിൽ നമുക്ക് മാറി നോക്കുമ്പോൾ സന്തോഷമാണ്. അത് നമ്മളെ സഹായിച്ച് നമ്മൾ കൊണ്ടുവന്ന ഈ നേതാക്കന്മാർ ഇന്ന് കേരളത്തിലും ദേശീയ തലത്തിലും വലിയ വളർച്ച നേരിടുമ്പോൾ അതിൽ ഞാൻ സന്തോഷിക്കുന്ന ഒരാളാണ്. അത് നമ്മൾ വിഷമിക്കേണ്ട ആളല്ല, നമ്മൾ സന്തോഷിക്കുകയാണ് അവരുടെ വളർച്ച. അപ്പം നമുക്ക് അത്തരമുള്ള ആളുകളെ കണ്ടെത്താൻ കഴിഞ്ഞല്ലോ എന്നുള്ള ആശ്വാസമാണ്. ആ ഒരു എന്താണ് ഇത്തരം ആളുകളെ കണ്ടെത്താൻ കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു അഭിമാന ബോധമാണ് എന്നെ നയിക്കുന്നത്. ഇതുപോലെ കേരളം, ഇന്ത്യ മുഴുവനുള്ള ആളുകളുണ്ട്. എന്നേക്കാൾ മുമ്പ് മുഖ്യമന്ത്രിയായ ആളുകൾ, മമതാ ബാനർജി എൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റായിരുന്നു, അശോക് ചവാൻ എൻ്റെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ഞാനാക്കിയതാണ്, കിരൺ കുമാർ റെഡ്ഡി ഞാൻ സെക്രട്ടറി ആക്കിയതാണ്, ഭൂപേഷ് ബഘേൽ ഞാൻ ഡിസ്ട്രിക്ട് പ്രസിഡൻ്റ് ആക്കിയ ആളാണ്. അങ്ങനെ ഇന്ത്യയിലെ DK ശിവകുമാർ എൻ്റെ കൈകൊണ്ട് ഞാൻ NSUയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആക്കിയ ആളാണ്. അപ്പോൾ അങ്ങനെ കേരളത്തിലും ഇന്ത്യയിലും ഒട്ടാകെ നേതാക്കന്മാരുണ്ട്. അതൊക്കെയാണ് നമ്മുടെ ശക്തി, സമ്പാദ്യം. നമ്മളെവിടെ ചെന്നാലും ഒരു സ്റ്റേറ്റിൽ ചെന്നാൽ അവരെല്ലാം ഓടി വരും, ഇപ്പോഴും ഓടി വരും. എന്താ, വേറെ പാർട്ടിയിലും ആയിരിക്കും ചിലപ്പോൾ ചിലത്, നമ്മൾ വരുമെന്ന് പറഞ്ഞാൽ അവർക്ക് വരും. അതാണ് നമ്മുടെ സമ്പാദ്യം. സർക്കാരിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെ അവലോകനം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനം കേൾക്കുന്ന വകുപ്പുകളിലൊന്നാണ് ആഭ്യന്തര വകുപ്പ്. താങ്കൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ആളാണ്. കുറേ ഇനീഷ്യേറ്റീവ് ആ സമയത്ത് കൊണ്ടുവരികയും ചെയ്തിരുന്നു. ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പിനെക്കുറിച്ച് പലതരത്തിലുള്ള വിമർശനമുണ്ട്. അതിൻ്റെ രാഷ്ട്രീയ ചായ്വ് മാറിയിരിക്കുന്നു, അതിനകത്ത് പോലീസിൻ്റെ എക്സസ് കൂടുന്നു, പല വിമർശനമുണ്ട്. പോലീസിൽ ഫിക്സ് ചെയ്യേണ്ടതുണ്ട്, പരിഹരിക്കേണ്ടതുണ്ട് എന്ന നിലയ്ക്ക് താങ്കൾ കാണുന്ന കോർ ഏരിയാസ് എന്തൊക്കെയാണ്? ഇപ്പോഴത്തെ പോലീസിങ്ങുമായി ബന്ധപ്പെട്ട് തോന്നുന്നത് എന്താണ്? ഇപ്പോഴത്തെ പോലീസിങ്ങുമായി ബന്ധപ്പെട്ട് ശ്രീ പിണറായി വിജയൻ ചെയ്ത ഒരു വലിയ തെറ്റുണ്ട്. ഒന്ന്, SHO എന്നൊരു പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് CIമാരെ വെച്ചു. അപ്പോൾ എന്തായി, പണ്ട് SIമാരായിരുന്നു സ്റ്റേഷൻ ഹെഡ്. ഫ്രഷായിട്ട് വരുന്ന ചെറുപ്പക്കാരൻ അവൻ SI ആകുമ്പം ആ നാട്ടിലെ എല്ലാ ക്രമസമാധാന പ്രശ്നങ്ങളും അവന് വളരെ ആത്മാർത്ഥതയോടെ ചെയ്യാനുള്ളൊരു ഇനിഷ്യേറ്റീവ് ഉണ്ടാകും. ഇപ്പം അതില്ല. അവൻ ജൂനിയർ SI, അവൻ്റെ മുകളിൽ SHO ആയിട്ട് CI നിൽക്കുക. CIയുടെ നിരാശനാണ്. കാരണം എന്താ അറിയോ, CIക്ക് ഒരു 3-4 സ്റ്റേഷനുകളുടെ അധികാരം ഉണ്ടായിരുന്നു. ഇപ്പം അയാൾ ഒരു സ്റ്റേഷൻ മാത്രം നോക്കുന്ന ആളാണ്. അപ്പോൾ അയാൾക്ക് നിരാശ. DYSPക്കുള്ള നിരാശ എന്താ? DYSP പണ്ട് കുറേ കൂടി വലിയ അധികാരം ഉണ്ടായിരുന്നു, ഇപ്പോഴാ അധികാരം കുറഞ്ഞു വന്നിരിക്കുന്നു. ഇത് സ്റ്റേഷൻ്റെ പ്രവർത്തനങ്ങളെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. പിന്നെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ആരുമായിട്ടൊരു ഇപ്പം ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴും പോലീസ് തരുന്ന റിപ്പോർട്ട് മാത്രം ഞാൻ വായിക്കില്ല. ഞാൻ ഇപ്പം കൊയിലാണ്ടിയിൽ ഒരു പ്രശ്നം ഉണ്ടായി, നമ്മുടെ അവിടുത്തെ പാർട്ടിക്കാരോട് ഞാൻ ചോദിക്കാം എന്താ സംഭവിച്ചത്. ഐ വിൽ ഗെറ്റ് എ സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ. ഇപ്പോൾ പിണറായി കേരളത്തിലെ മുഖ്യമന്ത്രിയോട് അങ്ങനെ ഒരു പ്രവർത്തകർക്ക് സംസാരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അവരുടെ പാർട്ടിക്ക് ഒരു സിസ്റ്റം ഉണ്ട്, അതിലൂടെ സംസാരിക്കും. അപ്പം നമ്മളങ്ങനെയല്ല. ഒരു സംഭവം ഉണ്ടായ ഉടനെ പാർട്ടിക്കാരോട് ചോദിക്കും, മറ്റുള്ളവരോട് ചോദിക്കും, കാര്യങ്ങൾ മനസ്സിലാക്കും. അപ്പം നിജസ്ഥിതി നമുക്കറിയാൻ പറ്റും. പിന്നെ ക്രമസമാധാന രംഗത്ത് ഇന്ന് ഉള്ളൊരു പ്രശ്നം, SP-മാർ വരെ തീരുമാനിക്കുന്നത് IPS സ്വാഭാവികമായിട്ടും ഡയറക്ടർക്ക് വെക്കും. പക്ഷേ താഴെ തലങ്ങളിൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട ആളുകൾ മുഴുവൻ പാർട്ടി നോമിനികളാണ്. ഒട്ടും ഗുണകരമല്ലാത്ത പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ആളുകളെ ഇവർ DYSP, CI, SI ഒക്കെയാണ് നിയമിക്കും. അത് പാർട്ടിയുടെ മുഴുവൻ കൺട്രോളാണ്. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥമായി ക്രമസമാധാന പാലനം നടക്കാത്ത അവസ്ഥയാണ് കേരളത്തിൽ. വൈകുന്നേരം നിങ്ങളുടെ ചാനലിലും ഉണ്ട്, മീഡിയ വനിലും ഉണ്ട്. വൈകുന്നേരം നമ്മൾ നോക്കിയാൽ മതി, ഒരു 9:30-10 മണിയൊക്കെയാണ് ക്രൈം നമുക്ക് ബുള്ളറ്റിനായിട്ടില്ല, വാർത്തയിലുണ്ട്. ആ വാർത്തയിലുണ്ട്. ചിലർക്ക് ബുള്ളറ്റിനാണ്, FIR, ക്രൈം എന്നൊക്കെ പറയും. അത് കണ്ടാൽ മതി. ഞാൻ ആഭ്യന്തരമന്ത്രി ആയപ്പോഴും കാണുമായിരുന്നു. കണ്ടാൽ മതി കേരളത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ക്രൈം കൂടി വരികയാണ്. കൂടി വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അതിനെ ശക്തമായി നിയന്ത്രിക്കാൻ കഴിയാത്തതാണ്.
ക്രമസമാധാന പ്രശ്നങ്ങൾ ഇവിടെ വളർന്നു വരികയാണ്. പിന്നെ ഡ്രഗ്, ലഹരി, ഇതെല്ലാം ഒരു കോൺട്രിബ്യൂട്ടറി ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇതിനെ ഗവൺമെൻറ് വേണം നിയന്ത്രിക്കാൻ. ആ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം ഉണ്ടാകാത്തത് ഒരു പ്രശ്നമാണ്. അത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് ശ്രദ്ധിക്കാൻ കഴിയാത്തത് കൊണ്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, ഈ പോലീസിൻ്റെ കാര്യം പറയുമ്പോൾ പോലീസിനകത്ത് പാർട്ടി താല്പര്യക്കാരെ മൊത്തം കുത്തിനിറച്ചിരിക്കുകയാണെന്ന് ആക്ഷേപം പറഞ്ഞു. പക്ഷേ ഒരു പ്രധാന വിമർശനം പോലീസിനെ കുറിച്ചുള്ള അതിനകത്ത് RSSൻ്റെ ഇൻഫിൽട്രേഷൻ ഉണ്ട്, RSS താല്പര്യം നടപ്പിലാക്കപ്പെടുന്നതാണ്. മേജർ വിമർശനങ്ങൾ ഒന്നതാണ്. നിങ്ങളങ്ങനെ കാണുന്നില്ലേ? CPM ആണ് ടോട്ടലി കൺട്രോൾ ചെയ്യുന്നത്, CPM താല്പര്യം മാത്രമേ നടക്കുന്നുള്ളൂ എന്നാണോ? CPM ആണ് മേജറായി റോൾ ചെയ്യുന്നത്. പിന്നെ CPIയുടെ നേതാവ് നമ്മുടെ അനി രാജ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു RSSൻ്റെ സ്വാധീനം ഉണ്ടാകാറുണ്ട് എന്നൊക്കെ അവർ പറയുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ അതിൻ്റെ തെളിവൊന്നുമില്ല. ഞാൻ പറയുമ്പോൾ അതിൻ്റെ തെളിവ് വേണമല്ലോ. പക്ഷേ ഫ്രാക്ഷൻ അവരുണ്ടാക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. BJPയുടേതായ ഫ്രാക്ഷൻസ്, CPMൻ്റെ ഫ്രാക്ഷനുണ്ട്. അല്ല, ഫ്രാക്ഷൻ ഇല്ലാത്ത പാവം ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഇല്ലാത്തത്. ഇവരെല്ലാം ഇവരുടേതായ ഫ്രാക്ഷൻസ് പോലീസിൽ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. പോലീസിനെ നയിക്കുന്ന ആൾ വിചാരിച്ചാൽ ഏത് നിലയിലും നല്ല നിലയിൽ പോലീസിനെ പോലീസിങ് ഒരു ഘടകമാണ്. ഇന്ന് പോലീസിങ് നടക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ പൂരം കലക്കൽ പോലുള്ള സംഭവങ്ങളിലൊക്കെ അതിൻ്റെ പൊളിറ്റിക്കൽ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് BJP ആണല്ലോ. അപ്പോൾ അതിനകത്ത് പോലീസിൻ്റെ റോൾ ഭയങ്കര വിമർശിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ആ സംഭവങ്ങളെയൊക്കെ മുൻനിർത്തി ഈ സംഘ് ഇതിനകത്ത് ഇടപെടുന്നുണ്ട് എന്ന് ശരിക്കും നിങ്ങൾ പൊളിറ്റിക്കലി റീഡ് ചെയ്യുന്നില്ലേ? തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിൽ അതുണ്ടായി. സുരേഷ് ഗോപിയുടെ വിജയത്തിനകത്തൊരു വലിയ ഫാക്ടറായിരുന്നു. പക്ഷെ ഒരു നടപടി എടുത്തില്ലല്ലോ. ഗവൺമെൻറ് ഒരു നടപടി എടുത്തില്ലല്ലോ. ഗവൺമെൻറ് അതിനായിട്ടൊരു അക്ഷരം വേണ്ടിയില്ലല്ലോ. പിന്നീട് റിപ്പോർട്ട് കിട്ടിയിട്ട് ഒന്നും ചെയ്തില്ലല്ലോ. അതേവരൊക്കെ തമ്മിലുള്ള ബന്ധങ്ങളും ഉണ്ടാകാം. എന്നുവെച്ചാൽ BJPയും CPMും തമ്മിൽ കേരളത്തിൽ ഒരു അലിഖിതമായ ബന്ധമുണ്ട്. കാരണം BJPക്ക് CPMന് വേണ്ടത് ഭരണം, BJPക്ക് വേണ്ടത് കോൺഗ്രസ് മുക്ത ഭാരതം. രണ്ടും കൂടെ ഒരുമിച്ച് ചേരും. കോൺഗ്രസ് വിജയിക്കരുത്, CPM വിജയിച്ചാൽ എന്താ അവർക്ക്? ഇതാണ് അവരുടെ ലക്ഷ്യം. ആ രണ്ട് ലക്ഷ്യം കൂടെ ഒരുമിച്ച് ചേരുന്നു. പക്ഷെ ഇത്തവണ അത് നടക്കില്ല. കഴിഞ്ഞ തവണ അത് നടന്നു. ഇത്തവണ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതെല്ലാം. ഈ ഗവൺമെൻറ് മാറണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം കള്ളക്കളികളൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. നടന്നാലും അത് വിജയിക്കാനും പോകുന്നില്ല. ഓക്കെ, നമുക്ക് അവസാനത്തേക്ക് പോകുമ്പോൾ, അതായത് അടുത്ത ഗവൺമെൻറ്റിനെ നയിക്കാൻ നേതൃപരമായ ഒരു പങ്കാളിത്തമാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു അവസരമാണ് കിട്ടുന്നതെങ്കിൽ, അടുത്ത ഗവൺമെൻറ്റിനെ നയിക്കാനാണ് താങ്കൾ ചുമതലപ്പെടുന്നതെങ്കിൽ എന്തായിരിക്കും കേരളത്തെക്കുറിച്ചുള്ള താങ്കളുടെ വിഷൻ? എവിടെയാണ് നമ്മളൊരു ചേഞ്ച് എടുക്കേണ്ടതെന്നാണ് രമേശ് ചെന്നിത്തലയ്ക്ക് തോന്നുന്നത്? ഒരു സമൂലമായ മാറ്റത്തിന് കേരളം വിധേയമാകണം. കേരളം അനന്തമായ സാധ്യതയുള്ള സംസ്ഥാനമാണ്. ദൗർഭാഗ്യവശാൽ അതിനെ വേണ്ട പോലെ വിനിയോഗിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ ഏറ്റവും ഊന്നൽ നൽകുന്ന ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയാണ്. ഇന്ന് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും സംസ്ഥാനങ്ങളും ആഗ്രഹിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ടുഡേസ് മന്ത്ര. ഇന്നത്തെ മന്ത്രം ഇൻവെസ്റ്റ്മെൻറ്റാണ്. കൂടുതൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ് കേരളത്തിൽ ആകെ 300 കോടിയാണ് കേരളത്തിൻ്റെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതിൻ്റെയൊക്കെ 10-100 ഇരട്ടിയാണ് തമിഴ്നാട്, കർണാടകം, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ. അപ്പോൾ ഇവിടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിപ്പിക്കാം, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൂട്ടാം, പുതിയ പുതിയ അവസരങ്ങൾ നമുക്ക് ഉണ്ടാക്കാം, നമ്മുടെ ചെറുപ്പക്കാർക്ക് നാട് വിട്ടു പോകാതിരിക്കാനുള്ള അവസരം ഉണ്ടാക്കാം. ഇന്നിപ്പോൾ കേരളത്തിലെ ചെറുപ്പക്കാർ വ്യാപകമായി വിദേശത്തേക്ക് പോവുകയാണ്. ഒരു എക്സോഡസ് ഉണ്ടാവുകയാണ്. ആ ചെറുപ്പക്കാർക്ക് അതേ ശമ്പളത്തിൽ മാന്യമായി കേരളത്തിൽ തന്നെ പഠിക്കാനും ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കണ്ടേ? അന്താരാഷ്ട്ര നിലവാരമുള്ള കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ ഇവിടെ ഉണ്ടാവണ്ടേ? ഇവിടുന്ന് എല്ലാവരും അങ്ങോട്ട് പോയി പഠിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ ഓൾഡ് ഏജ് ഒരു വലിയ ഘടകമാണ് കേരളത്തിൽ. അത് ജപ്പാനിലാണ് ഏറ്റവും ഫലപ്രദമായി അവർ കൈകാര്യം ചെയ്യുന്നൊരു രാജ്യം. സിൽവർ എക്കോണമി എന്ന് പറയും. ഓൾഡ് ഏജ് 50 എബവ് 50. കേരളത്തിലെ 2036 ആകുമ്പോൾ കേരളത്തിലെ ജനസംഖ്യയിൽ 26% ആളുകൾ പ്രായം കൂടിയവരായിരിക്കും. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, അത് എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യും, അത് റിസോഴ്സസ് കൂടുതൽ ഉണ്ടാക്കും, അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകും. കാരണം അവരുടെ വൈദ്യ ശുശ്രൂഷകൾ, അവരുടെ മറ്റ് അസിസ്റ്റൻസ്, അവർക്ക് വേണ്ടി കൊടുക്കുന്ന സൗകര്യങ്ങൾ, ഇതെല്ലാം ചേർന്ന് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ ഈ സിൽവർ എക്കോണമി കൊണ്ട് കഴിയും. അത് വലിയ രാജ്യങ്ങളിലെല്ലാം ഉണ്ട്. അമേരിക്കയിലുണ്ട്, ജപ്പാനിലുണ്ട്, മറ്റു പല രാജ്യങ്ങളിലുണ്ട്. കേരളത്തിൽ അത് ആവിഷ്കരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ ജീവിക്കാൻ, അന്തസ്സായി ജീവിക്കാൻ, അതോടെ ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കണം. ഇന്ന് എല്ലാവരും വെളിയിൽ പോകുന്നൊരവസ്ഥ ഇല്ലാതാകണം. അതുമാത്രമല്ല, നമ്മുടെ നാട്ടിൽ തന്നെ തൊഴിലില്ലായ്മ ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ പുതിയ തൊഴിലവസരങ്ങൾ നമ്മൾ കണ്ടെത്തണം.
പ്രത്യേകിച്ച് നമ്മൾ സർവീസ് സെക്ടർ, ഇവിടെ വലിയ ഭൂമിയില്ല. നമുക്ക് ഒരു ഭാഗത്ത് മലനിര, പിന്നീട് ഇൻലാൻഡ് വാട്ടർ, പിന്നെ കടൽ. അപ്പം ഇവിടെ ചെയ്യേണ്ടത് എന്താ? നമ്മുടെ ആളുകൾക്ക് ഫലപ്രദമായി ജോലി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ, IT, ടൂറിസം ഉൾപ്പെടെയുള്ള മേഖലകൾ. പിന്നെ നമ്മുടെ ഇപ്പം വിഴിഞ്ഞം വന്നതുകൊണ്ട് മാത്രമായില്ല, അതുമായി ബന്ധപ്പെട്ട ഷിപ്പ് മേക്കിംഗ് സംവിധാനങ്ങൾ, ഷിപ്പ് ബ്രേക്കിംഗ് സംവിധാനങ്ങൾ, അങ്ങനെ കേരളത്തിൽ അനുഗ്രഹീതമായ പോർട്ടുകൾ ധാരാളമുണ്ട്. ഈ പോർട്ടുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നടപടികൾ വലിയ സാധ്യതയാണ് നമുക്കുള്ളത്. ഇൻലാൻഡ് വാട്ടർ വേസ് ശക്തിപ്പെടുത്തുക, ഇപ്പോൾ വാട്ടർ മെട്രോ നല്ലൊരു കാര്യമാണ്. അതുപോലെ നമ്മൾ ജലപാതകൾ സംരക്ഷിക്കുക, ജലപാതകളിലുള്ള ആളുകളെ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കുക. ഈ നെതർലൻഡ്സിലൊക്കെ പോയാൽ നമുക്ക് കാണാൻ കഴിയും, അല്ലേ? മനോഹരമായ ഇതൊക്കെ നമ്മുടെ ഇവിടെ ഉള്ളതിൻ്റെ പകുതി പോലും അവിടെ ഇല്ല. പക്ഷെ അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും, നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയാതെ വരുന്നു. അപ്പോൾ കേരളത്തെ ഒരു പുതിയ സംസ്ഥാനമാക്കി മാറ്റണം. എല്ലാത്തിനും രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് സഹകരിക്കാവുന്ന മേഖലകളിൽ സഹകരിച്ച് എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു പുതിയ കേരളത്തിൻ്റെ നിർമ്മിതിയാണ് ഞാൻ വിഭാവനം ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ അടുത്ത നിങ്ങൾ ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി നിർണയവും പ്രഖ്യാപനവും ഒക്കെയാണ്. കോൺഗ്രസിൽ നിന്ന് മിക്കപ്പോഴും ബഹളങ്ങൾ കേൾക്കാൻ സാധ്യതയുള്ളൊരു സന്ദർഭമാണത്. ഇത്തവണ അത് പ്രതീക്ഷിക്കാമോ? ഒന്ന്. രണ്ടാമത്തേത്, നിങ്ങളങ്ങനെ ഈ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോഴും ചൂസ് ചെയ്യുമ്പോഴും വിസ്മയങ്ങൾ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഗതികൾ ഉണ്ടാകുമോ ഇത്തവണ? നമ്മൾ സ്ഥാനാർത്ഥിയുടെ നിർണയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എല്ലാ പാർട്ടിയും സ്വീകരിക്കുന്നത് വിന്നബിലിറ്റിയാണ്. ഇനി ആൾ നിന്നാൽ ജയിക്കും. അപ്പം നമ്മുടെ ആദ്യത്തെ ഉദ്ദേശം വിന്നബിലിറ്റി. പിന്നെ അതിന് കഴിവുള്ള ആളുകൾ ആരാണ്? കൂടുതൽ ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കുക, വനിതകൾക്ക് അവസരം കൊടുക്കുക. അങ്ങനെ പാർട്ടിയിൽ വിവിധ തലങ്ങളിൽ ഉള്ള മിടുക്കരായ ആളുകളെ സ്ഥാനാർത്ഥിയാക്കുന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഇത്തവണ അങ്ങനെ പൊട്ടലും ചീറ്റലും ഒന്നും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എല്ലാവരും അഭിപ്രായങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങളിതിപ്പോൾ അത് ചെയ്യുന്നത്. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ചെയ്യാറുള്ളത്. പിന്നെ ആരെങ്കിലും ഒരാൾ സീറ്റ് കിട്ടിയതിൻ്റെ പേരിൽ വേണം ഉണ്ടാക്കുകയോ കഴിഞ്ഞ തവണ അതുപോലെ മുടി മുറിക്കുകയോ ഒക്കെ ചെയ്താൽ നമുക്കൊന്നും ചെയ്യാനില്ല. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ആർക്കും, കാരണം സീറ്റ് കുറവാണല്ലോ, നേതാക്കന്മാർ ധാരാളമുണ്ടല്ലോ. അപ്പോൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ കഴിയത്തില്ല. പക്ഷേ ഒരു ബെറ്റർ കാൻഡിഡേച്ചർ ലിസ്റ്റ് ആയിരിക്കും വരാൻ പോകുന്നത്. കോർ പാർട്ടിക്കാരല്ലാത്ത, ഇപ്പം നിങ്ങൾ പലപ്പോഴായി പറഞ്ഞൊരു കാര്യമാണല്ലോ, എല്ലാ സാമൂഹിക മേഖലയിൽ നിന്നുള്ള എലമെൻസിനെ ഒരുമിപ്പിക്കുക എന്നുള്ളതാണ് UDFൻ്റെ ഒരു പ്ലാൻ നിലയ്ക്ക്. ആ നിലയ്ക്ക് സ്ഥാനാർത്ഥികളെ ചൂസ് ചെയ്യുമ്പോഴും കോർ പാർട്ടിക്കാരല്ലാത്ത പുറത്തുനിന്നുള്ള ആൾക്കാരെ എടുക്കുന്നുണ്ടാവോ? അല്ല, അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. പക്ഷേ അത് പാർട്ടിക്കാരോട് അക്സെപ്റ്റ് ചെയ്യണം, എന്നാലേ നമുക്ക് നിർത്താൻ പറ്റുള്ളൂ. CPM അങ്ങനെ ചെയ്യാൻ ആരും വേണേൽ നിർത്താം, നമുക്കതുപോലെ പറ്റില്ല. ലോക്കൽ പാർട്ടി അവരടിച്ചേൽപ്പിക്കും. നമ്മളങ്ങനെ ചെയ്യാറില്ല. നമ്മൾ ലോക്കൽ പാർട്ടിക്ക് കൂടി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആളുകളെ ആയിരിക്കും. സണ്ണി എം കപ്പിക്കാടിൻ്റെ പേരൊക്കെ കേട്ടോ, അത് ചോദിക്കാൻ കാര്യം. അല്ല, അതേ ഞാൻ പറഞ്ഞത്, നമുക്ക് പാർട്ടി പ്രവർത്തകരുടെ സണ്ണി കപ്പിക്കാട് നല്ല ആളാണ്. ദളിത് മുന്നേറ്റങ്ങൾക്ക് ഏറ്റവും ശക്തമായ നേതൃത്വം കൊടുക്കുന്ന ആളുകളിൽ ഒരാളാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ആളാണ്. അവരെ സ്ഥാനാർത്ഥിയാക്കണോ അത് പാർട്ടിയുടെ താഴെ തലങ്ങളിലുള്ള ആളുകളുമായിട്ടുകൂടി ആലോചിച്ച് വേണം നമുക്കത് ചെയ്യാൻ. രമേശ് ചെന്നിത്തല വളരെ സജീവ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളും ഭരണകർത്താവ് എന്ന റോളിൽ ഇരിക്കുകയൊക്കെ ചെയ്ത ആളുമാണ്. പേഴ്സണലി ഭയങ്കര ഇമോഷണലായ ഒരു മനുഷ്യനാണോ? അമ്മയുടെ മരണസമയത്ത് ദീർഘമായൊരു കുറിപ്പ് വായിച്ചു, ഭയങ്കരമായി സ്പർശിക്കപ്പെട്ട ഒന്ന്. അമ്മയുമായിട്ടുള്ള ബന്ധം, കുടുംബമായിട്ടുള്ള ഒരു തരം ഒരു എഫെക്ഷൻ, ആ സംഗതി എങ്ങനെയാണ്? അമ്മയായിട്ട് വലിയ അടുത്ത, അച്ഛനുമായിട്ട് അടുത്ത ബന്ധമായിരുന്നു, അമ്മയായിട്ടും അടുത്തമുണ്ട്. ഞാൻ സ്വാഭാവികമായിട്ട് അമ്മമാരോടാണല്ലോ, മക്കൾക്ക് പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് അമ്മമാരോടാണ് കൂടുതൽ അടുപ്പമുണ്ടാകുന്നത്. അതോടൊപ്പം ശരിയാണ്, ഞാൻ എഴുതിയതൊക്കെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകളായിരുന്നു. അതാണ് ഇപ്പോൾ ഈ സാധാരണ നിലയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണല്ലോ രാഷ്ട്രീയത്തിൽ പോകാന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ആൺമക്കൾ പോയി കഴിഞ്ഞാൽ പിന്നെ വല്ലപ്പോഴും വരവ് വന്നാലായി. പക്ഷെ വീട്ടിൽ നിന്ന് വിട്ടു നിന്ന് ഇങ്ങനെ സഞ്ചാരങ്ങളിലൂടെ രാഷ്ട്രീയ പ്രവർത്തനത്തോടായിരിക്കുമ്പോഴും അമ്മയുമായിട്ടുള്ള ഒരു കണക്ഷൻ എപ്പോഴും അതേ ഗ്രാവിറ്റി നിലനിർത്തിയിരുന്നു. അത് തുടർന്നത് അമ്മയുടെ വലിയ കണക്ഷനാണ്. അച്ഛൻ കുറേ നേരത്തെ മരിച്ചല്ലോ, പിന്നെ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്മയോടായിരുന്നു കൂടുതൽ അടുപ്പമുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്ന് വെച്ചാൽ അപ്പോൾ അതുണ്ടാക്കുന്ന ഒരു ലോസ് വലുതാണ്. തീർച്ചയായിട്ടും. അച്ഛൻ വളരെ നേരത്തെ ഞാൻ MP ആയിരിക്കുന്ന കാലത്താണ് അച്ഛൻ മരിക്കുന്നത്. പിന്നെ അമ്മ ഇപ്പം മരിച്ചു. അപ്പം അമ്മയാണ് ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചത്. 92 വയസ്സ് വരെ അമ്മ ജീവിച്ചു. അപ്പോൾ അതുകൊണ്ട് അമ്മയായിട്ട് കുറേ കൂടി അറ്റാച്ച്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു. ഓക്കെ, അത് മനുഷ്യന്മാരായിട്ടുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് എല്ലായിടത്തിലും. എനിവേ, താങ്ക് യു ശ്രീ രമേശ് ചെന്നിത്തല. താങ്ക് യു വെരി മച്ച്.